അടുത്ത കാലത്ത് ഒരുപാട് വാർത്തകളിൽ നിറയുന്ന ഒന്നാണ് അഹമ്മദാബാദ് മുംബൈ റൂട്ടിൽ പണി നടന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യയുടെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ പ്രോജക്റ്റ്. ജപ്പാനിലും യൂറോപ്പിലുമൊക്കെ 60കളിൽ തുടങ്ങിയ ഈ അതിവേഗ തീവണ്ടി പ്രോജക്റ്റ് വൈകിയെങ്കിലും ഇന്ത്യയിലും എത്തുന്നു എന്നത് അഭിമാനകരമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ റെയിൽവേ നെറ്റ്വർക്കുകളിലൊന്നായ, ലോകത്തിലെ ഏറ്റവും വലിയ തൊഴിൽദാതാവ്, എംപ്ലോയറായ ഇന്ത്യൻ റെയിൽവേ സാധാരണക്കാരൻ്റെ ജീവിതത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ടെക്നോളജിയാണ്. ഇന്ത്യൻ റെയിൽവേയിൽ ഒരു കൊല്ലം യാത്ര ചെയ്യുന്നവരുടെ എണ്ണം 600 കോടി, അതായത് ലോക ജനസംഖ്യയേക്കാൾ അധികമാണ്. സാധാരണ പാസഞ്ചർ ട്രെയിനുകൾ മുതൽ അതിവേഗ തീവണ്ടി വരെയുള്ള ഈ മഹാശൃംഖലയിലേക്കാണ് ബുള്ളറ്റ് ട്രെയിനുകൾ കൂടി വരാൻ പോകുന്നത്. അതേ കൂട്ടുകാരെ, ഇത്തിരി വൈകിയെങ്കിലും ബുള്ളറ്റ് ട്രെയിനുകൾ നമ്മുടെ രാജ്യത്തും പൂകിപ്പായാൻ ഒരുങ്ങുന്നു. നമുക്കിന്ന് ബുള്ളറ്റ് ട്രെയിനുകളെ കുറിച്ച് സംസാരിക്കാം. എന്താ, റെഡിയല്ലേ? പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് സയൻസ് കോർണറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് എന്ന് അഭ്യർത്ഥിക്കുന്നു. കഴിഞ്ഞ 1.5 നൂറ്റാണ്ടിലധികമായി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ട്രാൻസ്പോർട്ട് സിസ്റ്റമാണ് റെയിൽവേ. സമാന്തരമായി ഉറപ്പിച്ച 2 ഉരുക്കുപാളങ്ങളിലൂടെ അനേകം കോച്ചുകൾ ഘടിപ്പിച്ച് ഒരു എഞ്ചിൻ വേഗത്തിൽ വലിച്ചു കൊണ്ടുപോകുന്ന സിസ്റ്റമാണ് റെയിൽവേക്കുള്ളത്. ആദ്യകാലത്ത് അത് കൽക്കരി ഉപയോഗിച്ചുള്ള സ്റ്റീം എഞ്ചിനുകളായിരുന്നെങ്കിൽ പിന്നീട് അത് ഡീസൽ ഇലക്ട്രിക് സിസ്റ്റത്തിലേക്കും പിന്നീട് പൂർണ്ണമായും ഇലക്ട്രിക് സിസ്റ്റത്തിലേക്കും വഴിമാറി. കാലം കടന്നു പോകുന്നതിനനുസരിച്ച് റെയിൽ യാത്രയുടെ വേഗതയും സുഖവും സുരക്ഷിതത്വവും എല്ലാം വളർന്നു. വേഗതയ്ക്കനുസരിച്ച് ട്രെയിനുകളെ പലതായി തരംതിരിച്ചിട്ടുണ്ട്. അതിൽ മണിക്കൂറിൽ 250 കിലോമീറ്ററിലധികം വേഗതയുള്ള ട്രെയിനുകളാണ് ബുള്ളറ്റ് ട്രെയിനുകൾ അഥവാ ഹൈസ്പീഡ് ട്രെയിനുകൾ. നോക്കൂ, മനുഷ്യൻ്റെ ശരീരം പ്രകൃതി തയ്യാറാക്കിയിരിക്കുന്നത് മണിക്കൂറിൽ പരമാവധി 20 കിലോമീറ്റർ മാത്രം വേഗത്തിൽ പോകാനാണ്. അതിലധികമുള്ള വേഗത അപകടകരമാണ്. അത് താങ്ങാനുള്ള ശക്തി ശരീരത്തിനില്ല. വേഗത കൂടുന്തോറും അപകട സാധ്യതയും കൂടും. നാം ഏറ്റവും സുരക്ഷിതമായിരിക്കുന്നത് നിലത്ത് കിടക്കുമ്പോഴാണ്. കാരണം ആ സമയം ശരീരം മുഴുവൻ പരമാവധി ഭൂമിയോട് ചേർന്നാണ് ഇരിക്കുക. ഭാരം മുഴുവൻ ശരീരത്തിലുടനീളം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കും. അതുപോലെ ഏതൊരു വസ്തുവും ഭൂമിയോട് ചേർന്ന് നിശ്ചലമായിരിക്കുമ്പോഴാണ് ഏറ്റവും സ്റ്റേബിളായിരിക്കുക. നമ്മൾ ഇരിക്കുമ്പോൾ ഈ സ്റ്റെബിലിറ്റി കുറയും, നിൽക്കുമ്പോൾ വീണ്ടും കുറയും, നടക്കുമ്പോൾ പിന്നെയും കുറയും, ഓടുമ്പോൾ വളരെ കുറയും. നമ്മുടെ ശരീരമടക്കം എല്ലാ വസ്തുവിനും അതിൻ്റെ ഭാരം കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരു സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഉണ്ട്. അത് എത്രത്തോളം ഭൂമിയോട് ചേർന്ന് നിൽക്കുന്നോ അത്രത്തോളം അത് സ്റ്റേബിളായിരിക്കും. ഒരു പിരമിഡ് ആകൃതി തലകുത്തി നിർത്തിയാൽ അത് മറിഞ്ഞു വീഴും. കാരണം അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി മുകളിലായതുകൊണ്ടാണ്. നടക്കുമ്പോഴും ഓടുമ്പോഴുമെല്ലാം സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. വാഹനങ്ങൾ നിർമ്മിക്കുമ്പോൾ അതിൻ്റെ നിർമ്മാതാക്കൾ ഏറ്റവും ശ്രദ്ധിക്കുന്നത് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി അഥവാ ഭാരം കേന്ദ്രീകരിച്ചിരിക്കുന്ന ഭാഗം പരമാവധി താഴെ വരാനാണ്. ട്രെയിൻ പോലുള്ള ഭീമാകാര സ്ട്രക്ചർ ഉണ്ടാക്കുമ്പോഴും ഏറ്റവും ശ്രദ്ധിക്കുന്നത് അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി അഥവാ ഭാരം ഏറ്റവും താഴെ വരാനാണ്. അതുകൊണ്ട് തന്നെ ട്രെയിനിൻ്റെ വീൽ സ്ട്രക്ചർ അഥവാ ബോഗി, അതിനാണ് ഒരു കോച്ചിൽ ഏറ്റവും അധികം ഭാരമുണ്ടാവുക. കമ്പാർട്ട്മെൻറ്റിൽ മുഴുവൻ ലോഡ് കയറ്റിയാലും ആകെ ഭാരത്തിൽ അധികവും വീൽ സെറ്റ് അഥവാ ബോഗികൾക്കായിരിക്കും. അതുകൊണ്ടാണ് ഫുൾ ലോഡുമായി വേഗത്തിൽ പാളങ്ങളിൽ കൂടി ഓടുമ്പോഴും ട്രെയിനിൻ്റെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടാത്തത്. വേഗത കൂടുമ്പോൾ സ്റ്റെബിലിറ്റി കുറയും എന്ന് പറഞ്ഞല്ലോ, അത് നമുക്ക് അനുഭവവുമാണല്ലോ. അപ്പോൾ ട്രെയിനിൻ്റെ വേഗത കൂടുന്തോറും ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടതും അതിൻ്റെ ഈ സ്റ്റെബിലിറ്റി കീപ്പ് ചെയ്യാനാണ്. ട്രെയിനിൻ്റെ സ്റ്റെബിലിറ്റി നിലനിർത്തുന്നത് അവയുടെ ബോഗികൾ അഥവാ വീൽ സെറ്റുകളാണല്ലോ. അപ്പോൾ വലിയ വേഗതയിൽ പോകുമ്പോൾ ഈ വീൽ സെറ്റുകളാണ് ഏറ്റവും നിർണായകം. ഇതാണ് ബുള്ളറ്റ് ട്രെയിനുകളുടെ ഏറ്റവും നിർണായകമായ ടെക്നോളജിയും. വേഗത കൂടുന്തോറും വീലുകളിലുള്ള വൈബ്രേഷൻ കൂടും. അത് ഒരു പരിധി കഴിഞ്ഞാൽ പൊട്ടിപ്പോകുന്ന അവസ്ഥയിലെത്തും. ഈ പരിധി എന്നത് ഓരോ മെറ്റലിനും ഓരോന്നായിരിക്കും. ഉയർന്ന വേഗതയിലും വൈബ്രേഷനിലും സാധാരണ ലോഹങ്ങളുടെ മോളിക്കുലാർ സ്ട്രക്ചറുകൾ തകർന്നു പോകും. അത് സംഭവിക്കാതിരിക്കാൻ പ്രത്യേക ലോഹക്കൂട്ടുകൾ അഥവാ അലോയികൾ ഉപയോഗിച്ചാണ് ഇവ നിർമ്മിക്കുക. ഈ മെറ്റലർജി അഥവാ ലോഹശാസ്ത്രമാണ് ബുള്ളറ്റ് ട്രെയിനുകളുടെ ഏറ്റവും പ്രധാന കാര്യം. വീലുകൾ ഉറപ്പിക്കേണ്ട ഫ്രെയിം ജോയിൻറ്റുകളില്ലാതെ
വെൽഡ് ചെയ്യാതെ ഒറ്റ ബ്ലോക്കായി വേണം ഉണ്ടാക്കാൻ. വീലുകളുടെ മെറ്റലർജി, അവയിൽ ഉപയോഗിക്കേണ്ട സസ്പെൻഷനുകൾ, കണക്ടറുകൾ, എന്തിന് നട്ടുകളും ബോൾട്ടുകളും വരെ ഈ ഉയർന്ന വേഗതയിലെ പ്രശ്നങ്ങൾ താങ്ങാവുന്ന തരത്തിലായിരിക്കും. പൊതുവെ നമ്മുടെ നാട്ടിലെ ട്രെയിനുകളുടെ കോച്ചുകൾ സ്റ്റീലിലാണ് നിർമ്മിക്കുന്നത്. സ്റ്റീൽ കോച്ചുകളുടെ നിർമ്മാണത്തിൽ നമ്മൾ ആശാന്മാരുമാണ്. എന്നാൽ ഉയർന്ന വേഗതയുള്ള ട്രെയിനുകൾക്ക് നല്ലത് അലൂമിനിയം അലോയികൾ കൊണ്ട് നിർമ്മിച്ച കോച്ചുകളാണ്. ലോകത്തിലെ എല്ലാ ബുള്ളറ്റ് ട്രെയിൻ കോച്ചുകളും നിർമ്മിച്ചിരിക്കുന്നത് അലൂമിനിയം കൊണ്ടാണ്. ഭാരം കുറവ് എന്നത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. കോച്ച് ബോഡിയുടെ ഭാരം കുറയുമ്പോൾ ഭാരം കൂടിയ വീൽ സെറ്റുകളിലേക്ക് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കൂടുതൽ കേന്ദ്രീകരിക്കുകയും ഉയർന്ന വേഗതയിലും ഉറച്ച സ്റ്റെബിലിറ്റി നൽകുകയും ചെയ്യും. അതുപോലെ അപകടമുണ്ടാകുന്ന സാഹചര്യത്തിൽ സ്റ്റീൽ കോച്ചുകളെ അപേക്ഷിച്ച് അലുമിനിയം കോച്ചുകൾ കൂടുതൽ സുരക്ഷിതമാണ്. അലുമിനിയത്തിൽ നിർമ്മിച്ച കോച്ചുകൾ പരസ്പരം തുളച്ചു കയറുന്ന ടെലസ്കോപ്പിക് എഫക്റ്റ് സംഭവിക്കില്ല. അങ്ങനെ അലൂമിനിയം കോച്ചുകളുടെ ഗുണങ്ങൾ നിരവധിയാണ്. 60കളിൽ തന്നെ ജപ്പാനിലും യൂറോപ്പിലുമെല്ലാം അലുമിനിയം കോച്ചുകൾ വ്യാപകമായി കഴിഞ്ഞിരുന്നു. എന്നാൽ 21ാം നൂറ്റാണ്ടിലും ലോകത്തിലെ ഏറ്റവും വലിയ റെയിൽവേ നെറ്റ്വർക്കുകളിൽ ഒന്നായ ഇന്ത്യൻ റെയിൽവേ സ്റ്റീൽ കോച്ചുകളിൽ കിതച്ചോടുകയാണ്. സ്റ്റീൽ കോച്ചുകളെ അപേക്ഷിച്ച് അലുമിനിയം കോച്ചുകളുടെ നിർമ്മാണം സങ്കീർണമാണ്. അലുമിനിയം കോച്ചുകളുടെ നിർമ്മാണത്തിൽ നാം ഇനിയും വൈദഗ്ധ്യം നേടേണ്ടതുണ്ട്. റായ്ബറേലിയിലെ മോഡേൺ കോച്ച് ഫാക്ടറി ഈ മേഖലയിലെ സാങ്കേതിക സഹകരണത്തിനും ടെക്നോളജി ട്രാൻസ്ഫറിനും വേണ്ടി ദക്ഷിണ കൊറിയയിലെ ദവോൻസിസുമായി കരാർ ഒപ്പിട്ട് പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ ലോകത്തിലെ ഏറ്റവും വലിയ അലുമിനിയം നിർമ്മാതാക്കളിൽ ഒന്നായ ആദിത്യ ബിർള ഗ്രൂപ്പിൻ്റെ ഹിൻഡാൽകോ കമ്പനി ട്രെയിൻ കോച്ചുകൾക്ക് ആവശ്യമായ ഉയർന്ന നിലവാരത്തിലുള്ള അലുമിനിയം നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞു. അടുത്ത ജനറേഷൻ വന്ദേ ഭാരത് ട്രെയിൻ കോച്ചുകൾ നിർമ്മിക്കാൻ പോകുന്നത് അലുമിനിയത്തിലാണ്. ഇപ്പോൾ നിർമ്മാണത്തിലിരിക്കുന്ന ബുള്ളറ്റ് ട്രെയിനുകളിലും ഉള്ളത് അലുമിനിയം കോച്ചുകൾ തന്നെയാണ്. ബുള്ളറ്റ് ട്രെയിനിൻ്റെ കോച്ചുകൾക്കുമുണ്ട് ഒരുപാട് പ്രത്യേകതകൾ. വേഗത കൂടുതലായതുകൊണ്ട് തന്നെ വായു പ്രതിരോധം വളരെ കുറഞ്ഞ രീതിയിൽ മാത്രം വരാൻ വേണ്ടി എയറോഡൈനാമിക്കായിട്ടാണ് കോച്ചുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. നമുക്ക് പരിചയമുള്ള ട്രെയിനുകൾ പൊതുവേ എങ്ങനെയാണ്? മുൻപിൽ ഒരു വലിയ ലോക്കോമോട്ടീവ് അഥവാ എഞ്ചിൻ, പിന്നിലുള്ള മുഴുവൻ കോച്ചുകളെയും അതിലെ ഭാരത്തെയും മുഴുവൻ വലിച്ചുകൊണ്ട് ഓടുന്ന രീതിയിലാണ് ട്രെയിനുകൾ പൊതുവേ ഉള്ളത്. ഓവർഹെഡ് ലൈനിൽ നിന്ന് ലഭിക്കുന്ന വൈദ്യുതി പ്രോസസ്സ് ചെയ്ത് എഞ്ചിൻ്റെ ട്രാക്ഷൻ മോട്ടോറുകളിലേക്ക് കൊടുത്ത് ആ ട്രാക്ഷൻ മോട്ടോർ കറങ്ങുമ്പോൾ അതിനോട് ഘടിപ്പിച്ച വീലുകളും കറങ്ങിയാണ് എഞ്ചിൻ മുന്നോട്ട് നീങ്ങുന്നത്. എന്നാൽ വന്ദേ ഭാരത് ട്രെയിനുകൾ ശ്രദ്ധിച്ചിട്ടില്ലേ? അതിന് എഞ്ചിൻ എന്നൊരു സാധനമേ ഇല്ല. അപ്പോൾ ട്രെയിൻ ഓടാനുള്ള പ്രൊപ്പൽഷൻ എവിടെ നിന്നാണ് ലഭിക്കുക? എഞ്ചിനിൽ ഉള്ള ട്രാക്ഷൻ മോട്ടോറുകൾ വിവിധ കോച്ചുകളുടെ അടിയിലാണ് ഈ ട്രെയിനുകളിൽ സ്ഥാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരേ സമയം ട്രെയിനിൻ്റെ മുഴുവൻ കോച്ചുകളിലെയും ചക്രങ്ങളിലേക്ക് വൈദ്യുതി സപ്ലൈ ചെയ്ത് പവർ ഡീസെൻട്രലൈസ് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്താണ് ഈ ട്രെയിനുകൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഉപയോഗിക്കുന്ന ഊർജത്തിൻ്റെ കാര്യക്ഷമത ഒരുപാട് കൂടും. ഉദാഹരണത്തിന്, ഒരു ഭാരമുള്ള കട്ടിൽ 4 പേർ ചേർന്ന് നീക്കാൻ ശ്രമിക്കുമ്പോൾ എല്ലാവരും കൂടി കട്ടിലിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് വലിക്കാതെ പല ഭാഗത്ത് ബലം കൊടുത്താൽ കൂടുതൽ എളുപ്പമാവില്ലേ? അതുപോലെ പവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൂടുതൽ നന്നായി ഉപയോഗിക്കുന്ന രീതിയാണ് വന്ദേ ഭാരത് ട്രെയിനുകളിലേത്. മുമ്പിലും പിൻപിലും കൺട്രോൾ ക്യാബിൻ മാത്രമേ ഇതിനുണ്ടാകൂ. ഇത് നമ്മൾ പരമ്പരാഗതമായി കണ്ടിട്ടുള്ള കോച്ചുകൾ ഷണ്ട് ചെയ്ത് കണക്ട് ചെയ്ത ട്രെയിൻ അല്ല, ഒരൊറ്റ ട്രെയിൻ സെറ്റാണ്. അതിന് ആകമാനമുള്ള ഒരു സിംഗിൾ ഡിസൈനാണ്. അതിൻ്റെ വീൽ സെറ്റുകളും സസ്പെൻഷനുകളും എല്ലാം അതിനനുസരിച്ചാണ് ഡിസൈൻ ചെയ്തതും നിർമ്മിച്ചതും. അതുകൊണ്ടാണ് വന്ദേ ഭാരത് ട്രെയിനുകൾക്ക് വേഗതയും യാത്രാസുഖവും എല്ലാം കൂടുതലുള്ളത്. വന്ദേ ഭാരത് ട്രെയിനുകളുടെ ഒരു വലിയേട്ടനാണ് ബുള്ളറ്റ് ട്രെയിൻ എന്ന് വേണമെങ്കിൽ പറയാം. ഉയർന്ന വേഗത താങ്ങാനാവുന്ന ബോഗികൾ, അതിനനുസരിച്ചുള്ള മെറ്റൽ അലോയികൾ, സസ്പെൻഷനുകൾ എല്ലാം നിറഞ്ഞ വന്ദേ ഭാരതിനേക്കാൾ പല മടങ്ങ് സാങ്കേതിക സങ്കീർണതകൾ ഉള്ള സംവിധാനം. വന്ദേ ഭാരത് ഓടുന്നത് 1.676 മീറ്റർ വീതിയുള്ള ബ്രോഡ് ഗേജിലാണെങ്കിൽ ബുള്ളറ്റ് ട്രെയിൻ ഓടുന്നത് 1.435 മീറ്റർ വീതിയുള്ള സ്റ്റാൻഡേർഡ് ഗേജ് ട്രാക്കിലാണ്. അതെന്താ ബ്രോഡ് ഗേജിൽ ഓടിച്ചാൽ എന്നൊരു സംശയം സ്വാഭാവികമാണ്. നോക്കൂ, റെയിൽവേ ടെക്നോളജിയിൽ ഏറ്റവും മികച്ച വേഗതയും പെർഫോമൻസും നൽകുന്ന ട്രാക്കിംഗ് സ്റ്റാൻഡേർഡ് ഗേജാണ്.
നമ്മുടെ കൊച്ചി മെട്രോയൊക്കെ ഓടുന്നത് സ്റ്റാൻഡേർഡ് ഗേജിലാണ്. ബ്രോഡ് ഗേജിൽ പരമാവധി 200-230 കിലോമീറ്റർ വേഗത മാത്രമേ സാധിക്കൂ. എന്നാൽ സ്റ്റാൻഡേർഡ് ഗേജിൽ 400-500 കിലോമീറ്റർ വേഗത സാധിക്കും. ബുള്ളറ്റ് ട്രെയിനുകളുടെ വേഗത മണിക്കൂറിൽ 300 കിലോമീറ്ററിന് മുകളിലാണ്. അതുകൊണ്ട് തന്നെ അവ സ്റ്റാൻഡേർഡ് ഗേജിൽ തന്നെ നിർമ്മിച്ചേ മതിയാകൂ. എന്നാൽ ഇന്ത്യൻ റെയിൽവേയിൽ എന്തിനാണ് നാടുനീള ബ്രോഡ് ഗേജ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? സ്റ്റാൻഡേർഡ് ഗേജ് പോരെ? നോക്കൂ, ഇന്ത്യൻ റെയിൽവേ നിർമ്മിച്ചിരിക്കുന്നത് പരമാവധി ആൾക്കാരെ ഉൾക്കൊള്ളിച്ച് സാധാരണക്കാരുടെ യാത്രാമാർഗമായിട്ടാണ്. ബ്രോഡ് ഗേജ് ട്രെയിനുകൾക്ക് കൂടുതൽ ആൾക്കാരെയും ചരക്കും എല്ലാം ഉൾക്കൊള്ളാൻ കഴിയും. ഓരോ വർഷവും ഇന്ത്യൻ റെയിൽവേയിൽ യാത്ര ചെയ്യുന്നവരുടെ എണ്ണം 600 കോടിയിലധികമാണ്. അതുകൊണ്ട് നമുക്ക് ബ്രോഡ് ഗേജും സ്റ്റാൻഡേർഡ് ഗേജും എല്ലാം ആവശ്യമാണ്. ബുള്ളറ്റ് ട്രെയിനിൻ്റെ ട്രാക്കുകൾക്കുമുണ്ട് പ്രത്യേകത. സാധാരണ ട്രെയിൻ ട്രാക്കുകൾ സ്ഥാപിച്ചിരിക്കുന്നത് കരിങ്കൽ ചീളുകൾക്ക് മുകളിലാണ്. എന്നാൽ ബുള്ളറ്റ് ട്രെയിൻ ട്രാക്കുകൾ സ്ഥാപിക്കുന്നത് ഉയർന്ന കപ്പാസിറ്റിയുള്ള കോൺക്രീറ്റിലാണ്. അതുപോലെ വായുവിനെ കീറിമുറിച്ചു പോകാൻ വേണ്ടി വളരെ നീണ്ട ഒരു മൂക്ക് ഈ ട്രെയിനുകൾക്കുണ്ടാവും. ഇങ്ങനെ വായുവിനെ കീറിമുറിച്ചു പോകുമ്പോഴുള്ള ഉയർന്ന ശബ്ദം പ്രതിരോധിക്കാൻ ഈ റൂട്ടുകളിൽ പലയിടത്തും സൗണ്ട് ബാരിയറുകളും ഉണ്ടാകും. അങ്ങനെ നട്ടും ബോൾട്ടും മുതൽ പാളങ്ങൾ, കോച്ചുകൾ തുടങ്ങി ഒരു ട്രെയിനിൻ്റെ സമസ്ത മേഖലകളിലും അടിമുടി വ്യത്യസ്തമാണ് ബുള്ളറ്റ് ട്രെയിനുകൾ. മുംബൈ അഹമ്മദാബാദ് റൂട്ടിൽ നിർമ്മാണത്തിലിരിക്കുന്ന ബുള്ളറ്റ് ട്രെയിൻ പ്രോജക്റ്റ് പൂർണ്ണമായും തൂണുകളിലൂടെയും തുരങ്കങ്ങളിലൂടെയുമാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ സ്ഥലമേറ്റെടുക്കൽ എന്നത് വലിയ ഒരു വിഷയമേ അല്ല. തൂണ് നിൽക്കാനുള്ള സ്ഥലം മാത്രം ഏറ്റെടുത്താൽ മതി. ജപ്പാനിലെ ഷിൻകാൻസൻ കമ്പനിയുടെ ട്രെയിനുകളാണ് ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുക. 1962 ജപ്പാനിൽ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ ഓടിച്ച കമ്പനിയാണിത്. ഇന്ന് വരെ ഒരു അപകടം പോലും ഉണ്ടായിട്ടില്ലാത്ത ഷിൻകാൻസൻ ബുള്ളറ്റ് ട്രെയിനുകളിലെ ഏറ്റവും വിശ്വാസ്യതയുള്ള ബ്രാൻഡാണ്. പറഞ്ഞല്ലോ, ബുള്ളറ്റ് ട്രെയിനുകൾ എന്നത് സാധാരണ ട്രെയിനുകളെ അപേക്ഷിച്ച് ഒരുപാട് വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ ഈ സാങ്കേതികവിദ്യയിൽ പ്രാവീണ്യം നേടുക എന്നത് നിർണായകമാണ്. ആദ്യഘട്ടത്തിൽ ട്രെയിൻ സെറ്റുകൾ പൂർണ്ണമായും ജപ്പാനിൽ നിന്നും ഇറക്കുമതി ചെയ്താണ് ഉപയോഗിക്കുക. അടുത്ത ഘട്ടത്തിൽ ഷിൻകാൻസൻ കോർപ്പറേഷൻ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ ഇവിടെ ട്രെയിനുകൾ ഉണ്ടാക്കും. അങ്ങനെ സാങ്കേതിക വിദ്യയിൽ പ്രാവീണ്യം നേടുന്ന നമ്മുടെ എഞ്ചിനീയർമാരുടെ ശ്രമത്തിൽ അടുത്ത ഘട്ടത്തിൽ പൂർണ്ണമായും തദ്ദേശീയമായി ട്രെയിനുകൾ ഉണ്ടാക്കും. നോക്കൂ, 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാനമാണ് ഇതുപോലെ വിദേശ സഹകരണത്തോടെ ചൈന ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി തുടങ്ങിയത്. ഇപ്പോഴവർ ഈ മേഖലയിലെ രാജാക്കന്മാരാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഹൈസ്പീഡ് റെയിൽവേ നെറ്റ്വർക്ക് ഇപ്പോൾ ചൈനയുടേതാണ്. ഡൽഹി മുംബൈ, ഡൽഹി കൽക്കട്ട, കൽക്കട്ട ചെന്നൈ, ബാംഗ്ലൂർ ചെന്നൈ, ചെന്നൈ മുംബൈ റൂട്ടുകളിലാണ് ഇപ്പോൾ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിക്ക് വേണ്ടിയുള്ള സാധ്യതാ പഠനം നടക്കുന്നത്. ആദ്യത്തെ പദ്ധതി ആയതുകൊണ്ടാണ് അഹമ്മദാബാദ് മുംബൈ റൂട്ട് സമയമെടുക്കുന്നത്. ആ ഘട്ടമൊന്ന് കഴിഞ്ഞാൽ പിന്നെ വേഗത്തിൽ പദ്ധതികൾ നടക്കും. ആദ്യത്തെ വന്ദേ ഭാരത് പുറത്തു വരാൻ വർഷങ്ങളെടുത്തു. ഇപ്പോൾ ചെന്നൈ ICFൽ കളിപ്പാട്ടമുണ്ടാക്കുന്നത് പോലെയാണ് വന്ദേ ഭാരത് ട്രെയിൻ സെറ്റുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ സമീപ ഭാവിയിൽ തന്നെ ബുള്ളറ്റ് ട്രെയിനുകളും നമ്മുടെ പ്ലാന്റുകളിൽ നിന്ന് പുറത്തു വരും. രാജ്യത്തെ പ്രധാന നഗരങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ബുള്ളറ്റ് ട്രെയിനുകൾ കൂകിപ്പായുന്ന കാലം ദാ പടിവാതിൽക്കലെത്തിക്കഴിഞ്ഞു. വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.